Hi friends, welcome back to 40 Day Study Plan of ASM, Day 7 and 8. Day 7 and 8ലേക്ക് കടക്കുന്നതിന് മുമ്പ് Day 6 വരെയുള്ള എല്ലാ ടോപ്പിക്സും കംപ്ലീറ്റ് ചെയ്ത എത്ര പേരുണ്ട് എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം. ഓക്കെ, നിങ്ങൾക്ക് ടോപ്പിക്സ് ഒക്കെ കംപ്ലീറ്റ് ആവുന്നുണ്ടോ എന്നൊക്കെ അറിയണ്ടേ? അതിനനുസരിച്ച് വേണമല്ലോ നമ്മൾ അടുത്ത ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കംപ്ലീറ്റ് ആക്കുന്ന ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും കൂടി കംപ്ലീറ്റ് ആക്കാനുണ്ട് എന്നൊരു കമ്മ്യൂണിക്കേഷൻ കമൻറ്റ് ബോക്സിലൂടെ തരിക. പിന്നെ മഴയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, എല്ലാവരും സേഫ് ആണല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, അതുപോലെ നന്നായിട്ട് പഠിക്കുക, നമ്മുടെ ടൈം ടേബിൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോവുക. തീർച്ചയായിട്ടും അലംഭാവം കാണിക്കാതെ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അതെന്നും മുന്നിൽ കണ്ടുകൊണ്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. പഠിക്കാൻ വേണ്ടി കൂടുതൽ സമയങ്ങളൊക്കെ കണ്ടെത്തുക, മാറ്റി വയ്ക്കാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കുക. ഞാൻ എന്നും ഇങ്ങനെയൊക്കെ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായി മാറുന്നുണ്ടോ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഡേ 7ലേക്ക് വരാം. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്ന് നോക്കാം. ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ഈ കാര്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും. ഇനി എക്കണോമിക്സിലേക്ക് വരാം. എക്കണോമിക്സിലേക്ക് വരുമ്പോൾ പഞ്ചവത്സര പദ്ധതികളാണ്. പഞ്ചവത്സര പദ്ധതികൾ നിങ്ങൾ പഠിക്കണം. അത് ഒരുപാട് അങ്ങ് വാരി വലിച്ചൊന്നും പഠിക്കേണ്ട, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ടുള്ള മെയിൻ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളത് ഡീസെൻട്രലൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് അത് വന്നത്, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒരുപാട് ആഴത്തിലുള്ള ചോദ്യങ്ങളൊന്നും ഈ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് OA എക്സാമിനും അതുപോലെ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിനും ഒന്നും ആഴത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വാരി വലിച്ച് പഠിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുകയും വേണം. അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ കവർ ചെയ്യുക. പിന്നെ വരുന്നത് റിവിഷനാണ്. റിവിഷൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് പൗരത്വവും മൗലിക അവകാശങ്ങളും, ഈ രണ്ട് ടോപ്പിക്ക് നിങ്ങൾ റിവൈസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കറണ്ട് അഫെയർസ് ഏപ്രിൽ 2025 ആണ് പഠിക്കേണ്ടത്. ഏപ്രിൽ 2025. അതുപോലെ തന്നെ ജാനുവരി 2025 നമ്മൾ ഓൾറെഡി റിവൈസ് ചെയ്തു. ഇനി ഫെബ്രുവരി 2025 റിവിഷൻ ചെയ്യുക കേട്ടോ. ഏപ്രിൽ 2025 കാര്യങ്ങൾ പഠിക്കുക. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. ലാബ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്താൽ മതി നമുക്ക്. പക്ഷേ അത് പഠനം എന്ന രീതിയിൽ തന്നെ ഏപ്രിൽ 2025 കാര്യങ്ങൾ പഠിച്ചെടുക്കുക തന്നെ ചെയ്യുക. അതുപോലെ ഫെബ്രുവരി 2025 റിവൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം. പിന്നെ വരുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് എന്താ ചെയ്യേണ്ടത്? സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്നുള്ള ടോപ്പിക്കാണ് പഠിക്കേണ്ടത് കേട്ടോ. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്ന ടോപ്പിക്ക് പഠിക്കുക. SCERT ലെസൺ ഒന്നും ഡേ 7 ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. ഡേ 8ലേക്ക് വരുമ്പോൾ നമുക്ക് SCERT ലെസണും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. കാരണം പഞ്ചവത്സര പദ്ധതികൾ, ഈ കമ്മീഷൻസ്, അതുപോലെ തന്നെ റിവിഷന്, പിന്നെ കറണ്ട് അഫെയർസും കൂടി ആകുമ്പോൾ ഒരുപാട് ടോപ്പിക്കായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളിൽ ഡേ 7 ഒതുക്കിയിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ ഡേ 7ലെ കാര്യങ്ങളെല്ലാം. ഇനി നമുക്ക് ഡേ 8ലേക്ക് വരാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഡേ 8ൽ പഠിക്കേണ്ടതെന്ന് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷനിൽ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. കോൺസ്റ്റിറ്റ്യൂഷനിലെ ഈ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനും കൂടെ പഠിച്ചു കഴിയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരുവിധം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. SCERT ലെസൺസ്, അതുപോലെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തു നിന്ന് വരുന്ന 5 മാർക്സ് നമുക്ക് നേടാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എക്കണോമിക്സിൽ പഠിക്കേണ്ടത് പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗം പഠിക്കുക. അതുപോലെ തന്നെ ഹരിത വിപ്ലവം. ഇത്രയും ടോപ്പിക്സ് ആണ് എക്കണോമിക്സിലേത് പഠിക്കേണ്ടത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ തന്നെയാണ് എക്കണോമിക്സിലും കുറച്ച് ടോപ്പിക്സ് ആണ് ഉള്ളത്. അത് പഠിച്ചാൽ ആ 5 മാർക്ക് നമുക്ക് കയ്യിൽ നിന്ന് പോവാതെ കിട്ടും. ഡേ 7 നമ്മൾ പഞ്ചവത്സര പദ്ധതികളാണ് പഠിക്കുന്നത്. ഡേ 8ലേക്ക് വരുമ്പോൾ എക്കണോമിക്സിൽ പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, ഹരിത വിപ്ലവം, ഇതെല്ലാം ഹോട്ട് ടോപ്പിക്കുകളാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് നീതി ആയോഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. മാത്സിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഡേ 7 പഠിച്ചു അല്ലേ, സാധാരണ പലിശ പഠിച്ചു. ഇനിയും മാത്സിൽ ഡേ 8 പഠിക്കേണ്ടത് കൂട്ടുപലിശയാണ്. കൂട്ടുപലിശ. മലയാളത്തിൽ പരിഭാഷ, അതുപോലെ SCERT ലെസൺ 8th സ്റ്റാൻഡേർഡിലെ 11th ലെസൺ ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും. ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണം എന്ന് പറഞ്ഞാൽ 11ാമത്തെ ലെസണാണ് 8th സ്റ്റാൻഡേർഡിൽ. ആ ഒരു ലെസണും കൂടി പഠിച്ചു തീർക്കുക. അതോടുകൂടി ഡേ 8 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡേ 7 ഡേ 8 നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഡേ 7 ടോപ്പിക്ക് തീരാത്തതുണ്ടെങ്കിൽ നിങ്ങളായിട്ടൊന്ന് കസ്റ്റമൈസ് ചെയ്തിട്ട് ഡേ 8 വന്നിട്ട് അത് തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ടൈം ടേബിൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക. അപ്പോൾ വർക്കിന് പോകുന്നവർക്കും കൂടിയിട്ട് നല്ല യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡേ 7 കംപ്ലീറ്റ് ആവാത്ത ടോപ്പിക്സ് ഉണ്ടെങ്കിൽ ഡേ 8ലേക്ക് അത് തീർക്കുക. അതിനുള്ള സമയം നിങ്ങൾ കണ്ടെത്തുക.
ഇനി ഒരു കാര്യം കൂടി പറയുകയാണ്, ഒരു കമൻറ്റിനുള്ള റിപ്ലൈ ആണ് ഞാൻ പറയുന്നത്. ഇത്രയും ടോപ്പിക്സ് ഒക്കെ തന്നാൽ ഞങ്ങൾക്കത് പഠിച്ചു തീർക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യം. നിങ്ങൾ ആലോചിക്കണം, നമുക്കിനി എക്സാമിന് വേണ്ടിയിട്ട് ഒരു 35 ഡേയ്സ് അറൗണ്ട് കാണുമായിരിക്കും അല്ലേ? 35 ഡേയ്സ്. ഈ 35 ഡേയ്സ് കൊണ്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. എന്നാൽ മാത്രമേ ഹോട്ട് ടോപ്പിക്സ് എങ്കിലും നമുക്ക് പഠിച്ചു തീർത്ത എക്സാമിന് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ? നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മളുടെ ഈ ഒരു 40 ഡേയ്സ് സ്റ്റഡി പ്ലാൻ എന്നുള്ളത് കംപ്ലീറ്റ് സിലബസ് തീർക്കുന്ന ഒരു ചലഞ്ചല്ല. നമ്മൾ അങ്ങനെ ചെയ്തിട്ട് യാതൊരു കാര്യവും ഇല്ല. സിലബസ് തീർത്തു എന്ന് നമുക്ക് പറയാം. നമ്മൾ ചെയ്യുന്നത് ഹോട്ട് ടോപ്പിക്സ്, അതുപോലെ SCERT ലെസൺസ്, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫയേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്ക് എല്ലാവർക്കും ഫാമിലി ഉണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മാറ്റിവെക്കാവുന്ന സമയം മാറ്റിവെച്ചിട്ടാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഇതിന് വേണ്ടി മാത്രം ഇരിക്കുന്നവർ വളരെ ലിമിറ്റഡ് ആയിരിക്കും. PSC എക്സാം മാത്രം എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. അവരെ സംബന്ധിച്ചൊക്കെ എങ്ങനെയായാലും കുഴപ്പമില്ല. പക്ഷേ ബാക്കിയുള്ള ആളുകൾ ആ ഒരു സമയം നമ്മളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനിയുള്ള 35 ദിവസം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്നാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് സമയം കണ്ടെത്തി പഠിക്കുന്നത്? ASM എക്സാം അതിൻ്റെ ആ ഒരു PSC ഡിക്ലെയർ ചെയ്ത ആ ഒരു ഡേറ്റിന് തന്നെ നടക്കും. അപ്പോൾ ആ ഒരു ഡേറ്റ് ആകുമ്പോഴേക്കും ഒരു സ്മാർട്ട് വർക്ക് എന്ന രീതിയിലുള്ള പഠനം മാത്രമാണ് നമ്മൾ മുന്നിൽ കൊണ്ടുപോകുന്നത്. സിലബസ് ഒരിക്കലും നമുക്ക് ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് 40 ഡേയ്സ് കൊണ്ട് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പക്ഷേ ഞാൻ തീർച്ചപ്പെടുത്തി പറയുകയാണ്, നമ്മൾ തരുന്ന ആ ഒരു ടൈം ടേബിൾ അത് തീർത്ത് പോകാനുള്ള സമയം കണ്ടെത്തി പഠിച്ചു പോകുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം എക്സാമിന് നമ്മളുടെ 10th മെയിൻസ് എക്സാമിന് ചോദിക്കുന്ന ഒരു 75 to 80 ഹോട്ട് ടോപ്പിക്സും അതോടൊപ്പം ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫയേഴ്സ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു പോകുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഒരു 80 മാർക്സ് എബവ് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മളുടെ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ്. ഈ പറയുന്ന എനിക്കും ഈ ചില ദിവസങ്ങളിൽ ഞാനിടുന്ന ടൈം ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് നമ്മളുടെ സാഹചര്യങ്ങളാണ്. അപ്പം ആ സാഹചര്യങ്ങളെ ഓവർകം ചെയ്ത് പോകുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു വിജയം എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമാണ് ഈ ഒരു ടൈം ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളായിട്ട് തന്നെ അതിന് സമയം കണ്ടെത്തണം. നമുക്കൊരു സമയം കണ്ടെത്തി തരാനൊന്നും ആരും ഉണ്ടാവില്ല. നമ്മൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആ ടൈമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. വീട്ടമ്മമാരാണെങ്കിലും നിങ്ങളുടെ ജോലികളൊക്കെ പെട്ടെന്ന് അവസാനിപ്പിച്ച് കൂടുതൽ സമയം പഠനത്തിലേക്ക് കൊണ്ടുവരിക. കുറച്ച് ഉറക്കമൊക്കെ ഒന്ന് കുറയ്ക്കുക. കാലത്ത് നേരത്തെ എഴുന്നേൽക്കുക. ഒരു അരമണിക്കൂർ വൈകി സാധാരണ കിടക്കുന്നതിനേക്കാൾ ഒരു അരമണിക്കൂർ വൈകി ഒന്ന് കിടന്നു നോക്കൂ. അതുപോലെ കാലത്ത് ഒരു 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കുക. അങ്ങനെയൊക്കെ നമുക്ക് കാര്യങ്ങൾ ഒരു ഓർഡറിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. പെട്ടെന്ന് ഒരു ദിവസം ചാടി എണീറ്റ് 4:30 എണീറ്റ് പഠിക്കാനൊന്നും നമുക്ക് ഒരിക്കലും സാധിക്കില്ല. ഓക്കെ, അതൊന്നും നമ്മുടെ ബോഡി പെട്ടെന്ന് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആയി വരില്ല. നമ്മൾ തന്നെ നമ്മളുടെ ബോഡിയെ ഒരു റുട്ടീനിലേക്ക് കൊണ്ടുവരണം. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങ് പഠനം നടക്കില്ല. ഓക്കെ, നമ്മൾ ശ്രമിക്കുന്നതിനനുസരിച്ചുള്ള, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് കിട്ടിയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മാക്സിമം സമയം കണ്ടെത്തണം എന്ന് ഞാൻ പറയുന്നത്. ഫൈനലി ഇത്രയേ ഉള്ളൂ, നമ്മൾ ശ്രമിക്കണം. നമ്മൾ ശ്രമിച്ചാൽ നമ്മളുടെ ടൈം ടേബിൾ കംപ്ലീറ്റ് ആവുക തന്നെ ചെയ്യും. ഓക്കെ, അതിന് മാത്രം വാസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് ഒന്നും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തരുന്നില്ലല്ലോ. അപ്പോൾ സമയം കണ്ടെത്തുക എന്നുള്ളത് നമ്മളുടേതായ ഡ്യൂട്ടിയാണ്. അതിന് നമ്മളെ ആരും ഇങ്ങോട്ട് വന്ന് നമുക്ക് ആരും സമയം തരില്ല. നമ്മളായിട്ട് തന്നെ കണ്ടെത്തുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങളെ പറയാനുള്ളൂ. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ASMൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ ലൈക്സും കമൻസും എല്ലാം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.